സയ്യിദത്തുനാ മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ വലിയ മഹദിയല്ലേ. പാതിരാത്രിയിലെങ്കിലും അല്ലാഹുവിന് വേണ്ടി നിന്ന് നിസ്കരിക്കുന്ന മഹദിയാണ്. രാത്രിയിൽ കിടന്നുറങ്ങുന്ന കണ്ണുകളെ ആലോചിച്ച് അത്ഭുതപ്പെട്ട മഹദിയാണ്. അജിബ്തു ലിഐനിൻ തനാം വഖദ് അലിംതു തൂലർ റിഖാദി ഫീ ദുലമിൽ ഖുബൂർ. ഖബറിന്റെ ഇരുട്ടറകളിലെ എനിക്ക് വിശ്രമം ആഗ്രഹമുള്ളൂ, ബാക്കിയെല്ലാം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച മഹദിയാണ് മുആദത്തുൽ അദവിയ്യ. എന്നിട്ട് മഹദി അവരുടെ ഈമാൻ എങ്ങനെ? അവിടുത്തെ ഭർത്താവായ സിലത്ത് ബിനുൽ അശിയം വലിയ മഹാനാണ്, വലിയ ആരിഫാണ്, ആബിദാണ്. തന്റെ മകനും തന്റെ ഭർത്താവും കൂടി അക്കാലഘട്ടത്തിലെ വലിയ ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു പോയി. യുദ്ധത്തിൻ്റെ ഇടയിൽ രണ്ടുപേരും ഷഹീദായി. ഈ ഖേദകരമായ ദുഃഖകരമായ ദുഃഖസാന്ദ്രമായ വാർത്ത അറിയിക്കാൻ വേണ്ടി മഹദി അവരുടെ അടുക്കലേക്ക് ആ നാട്ടിലെ സ്ത്രീകൾ വരികയാണ്. മകൻ മരിച്ചുപോയി, ഭർത്താവ് യുദ്ധത്തിൽ ആക്രമിക്കപ്പെട്ട് ഷഹീദായി പോയി. ഈ വാർത്ത പറയാൻ വേണ്ടി മഹദിയായ മുആദയുടെ അടുത്തേക്ക് ആ നാട്ടിലെ സ്ത്രീകൾ വരികയാണ്. വലമ്മസ്തശഹദ സൗജുഹാ സിലത്തുൻ വബ്നുഹാ ഫീ ബഅദിൽ ഹുറൂബി ഇജ്തമഅ അൻ-നിസാഉ ഇൻദഹാ. അവരതാ മഹദി അവരുടെ അടുക്കൽ ഒരുമിച്ചുകൂടി. മഹദി അവരോട് പറയുകയാണ്, മർഹബം ബികുന്ന ഇൻ കുന്തുന്ന ജിഅ്തുന്ന ലിൽ ഹനാ. എന്റെ മകനും എന്റെ ഭർത്താവും മരണപ്പെട്ടു പോയി എന്ന സന്തോഷം പറയാനാണ് നിങ്ങൾ വന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതമുണ്ടേ. വഇൻ കുന്തുന്ന ജിഅ്തുന്ന ലിഗൈരി ദാലിക ഫർജിഅനാ. അതല്ല നിങ്ങൾ വന്നത് എന്റെ മകനും എന്റെ പ്രിയപ്പെട്ട ഭർത്താവും ഇസ്ലാമിക യുദ്ധത്തിൽ മരണപ്പെട്ടു പോയി എന്ന ദുഃഖവാർത്ത പറയാനാണ് നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നതെങ്കിൽ ഫർജിഅനാ, നിങ്ങൾ മടങ്ങിപ്പോവുക. കണ്ടില്ലേ സയ്യിദത്തുനാ മുആദത്തുൽ അദവിയ്യ. മഹദി അവர்கள் പൊട്ടിക്കരയുന്നില്ല. ഭർത്താവിന്റെ മരണവാർത്ത അറിഞ്ഞിട്ട് മഹദി അവர்கள் ചിഹ്നം വിളിക്കുന്നില്ല. പ്രിയപ്പെട്ട സീമന്ത പുത്രന്റെ മരണമറിഞ്ഞ് നെഞ്ചത്തടിക്കുന്നില്ല. അവരതാ തൃപ്തിപ്പെട്ടു പോയി. എന്റെ അധികാരിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വിധിച്ചത്, അല്ലാഹു എനിക്ക് നൽകിയതിൽ ഞാൻ തൃപ്തിപ്പെട്ടു പോയി. എന്റെ മകനും എന്റെ പ്രിയപ്പെട്ട ഭർത്താവും ഏതെങ്കിലും ആക്സിഡന്റിൽ മരിച്ചതല്ല, ഏതെങ്കിലും സിനിമാ തിയേറ്ററിന്റെ അകത്തിരുന്ന് സിനിമ കാണുമ്പോൾ മരിച്ചതല്ല, ഏതെങ്കിലും ബാറിന്റെ അകത്ത് മദ്യപാനിയായിരിക്കെ ജീവൻ നഷ്ടപ്പെട്ടതല്ല. അല്ലാഹുവിന്റെ രണാങ്കണത്തിൽ ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ദഹരി ഫീഹിം മതീർ ബൽ സാദത്തുൻ കുബറാ. മുൻഗാമികളായ സഹാബിമാരെടുത്ത പണിയെടുത്തിട്ടല്ലേ, അവര് വഫാത്തായത് കൊണ്ടല്ലേ, അവര് അധ്വാനിച്ച ദീനിന് വേണ്ടിയല്ലേ എന്റെ പ്രിയപ്പെട്ട മോൻ രക്തസാക്ഷിയായത്. എനിക്ക് വിഷമമില്ല. മർഹബം ബികുന്ന ഇൻ കുന്തുന്ന ജിഅ്തുന്ന ലിൽ ഹനാ. എന്റെ മകനും ഭർത്താവും മരിച്ച സന്തോഷം അറിയിക്കാനാണ് നിങ്ങൾ വന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതമാണ്. അപ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ദീനിന്റെ മാർഗത്തിലേക്ക് മക്കളെ ഇൽമു പഠിക്കാൻ പറഞ്ഞു വിടുമ്പോൾ എന്ത് വിഷമം വന്നാലും തകരേണ്ട ആവശ്യമില്ല, തളരേണ്ട ആവശ്യമില്ല. എല്ലാം ഖൈർ തന്നെ.
അങ്ങനെ ഒരു മനുഷ്യൻ അവന്റെ ഈമാനം ഉറച്ചു പോയാൽ അവൻ ഈമാനിന്റെ മധുരം അനുഭവിച്ചു പോയി എന്നല്ലേ ലോകത്തിന്റെ നേതാവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾ ധാർമ്മിക പ്രസ്ഥാനത്തിന്റെ പോരാളിയായതിൽ വിഷമിക്കണ്ട. എന്റെ മകൻ ഒരു മുതഅല്ലിമായതിൽ ഞാൻ പരിഭവപ്പെടേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ ഈമാനുള്ളതിന്റെ അടയാളമാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം രൂഢമായി എന്ന അടയാളമാണ്. അല്ലാഹ് നീ അത് നിലനിർത്തണേ റഹ്മാനേ.